ഫ്രണ്ട്സ്, എഗെയിൻ ആൻഡ് എഗെയിൻ കോളേജ് വ്ളോഗാണ്, അതുകൊണ്ട് കണ്ട് സഹകരിക്കണം. കോളേജ് എന്ന പാടെ തന്നെ ആദ്യം പോയത് ചന്തയിലോട്ടാണ്. മീൻ വാങ്ങിക്കാനല്ല, ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിക്കാൻ. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ മാല എന്നെ വല്ലാണ്ട് ആകർഷിച്ച്. ഇത് നേരത്തെ നോട്ടായിട്ട് വെച്ചതാണ്, പക്ഷെ അതിന്റെ വില കേട്ട് വിജൃംഭിച്ചു പോയി. പക്ഷേ വെച്ച കാലം പിന്നോട്ടെടുത്തില്ല, നേരെ അമ്മയെ വിളിച്ചു പൈസ അയച്ചു തരാൻ പറഞ്ഞു. 2 പള്ളു കിട്ടിയിട്ടാണെങ്കിലും അമ്മ പൈസ അയച്ചു തന്നു, സാധനവും വാങ്ങി. പിന്നെ ഈ സ്വർണ്ണത്തിനൊക്കെ എന്താ വിലയല്ലേ, പക്ഷെ ഇത് സ്വർണ്ണമല്ല. അങ്ങനെ കണ്ട കടച്ചായ സാധനങ്ങളൊക്കെ വാങ്ങി നേരെ കോളേജിലോട്ട് പോയി. കോളേജ് ചെന്നിട്ട് നമ്മൾ അടുത്ത പരിപാടി മൈലാഞ്ചി ഇടക്കോണ്. ഈ ഒരു ഡിസൈനാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും ഞാൻ ഇടുന്നോണ്ട് ഒന്നും പറയാൻ പറ്റില്ല, ലാസ്റ്റ് ഫൈനൽ ലുക്ക് കണ്ടാലേ മനസ്സിലാവൂ. എനിക്കാണെങ്കിൽ ഇതൊന്നും ശീലമില്ലാത്തതുകൊണ്ട് എവിടെ തുടങ്ങണം എന്ത് തുടങ്ങണം എന്നറിയാതെ എന്തൊക്കെയോ കാണിച്ചു വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വിശ്രമ വേളകൾ ആനന്ദകരമാക്കാൻ കുറച്ച് മുട്ടായൊക്കെ വാങ്ങിച്ചങ്ങ് തിന്ന്. ഈ കാണുന്ന സാധനത്തിന് 1 മണിക്കൂർ കഴിഞ്ഞ എക്സാമാണ്. അതിന്റെ ഒരു അഹങ്കാരം ഇല്ലാതെ ഇവിടെ മൈലാഞ്ചിട്ട് കളിച്ചോണ്ടിരിക്കുകയാണ്. എന്റെ ഡിസൈനൊക്കെ ഒരു പരുവത്തിൽ കൊണ്ടെത്തിച്ചപ്പോഴാണ് നമുക്ക് കൈ നിറച്ചും വേണം പോലും. പിന്നെന്താ, കൈ നിറച്ചും തരാമല്ലോ. അതിൽ പിന്നെ ഞാൻ താജ്മഹലും കുത്തബ്മിനാറും ഒക്കെ പണിത് കോളമാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ഗൈസ്, ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക്. അങ്ങനെ ഇരുന്നപ്പോൾ അടുത്ത ആൾ വന്നിട്ടുണ്ട് മൈലാഞ്ചിയുടെ. ഇതിനും മൈലാഞ്ചിട്ട് സെറ്റായി കൊടുക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഒരാൾ എക്സാമിന് കയറിയിട്ടുണ്ട്. ഇനി എന്തരാവോ എന്തോ. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ബോറടിച്ചപ്പോഴത്തേക്കും വീണ്ടും ഒരു കുത്തബ്മിനാർ പണിതെടുക്കാന്ന് വിചാരിച്ച്. ആ കുത്തബ്മിനാറിന്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. അതെന്തായി ഫ്ലോപ്പായ സ്ഥിതിക്ക് ഇനി അടുത്ത പണിയൊക്കെ തുണിയിലാണ്. സത്യം പറഞ്ഞാൽ പഠിത്തൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും അങ്ങ് നടക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരങ്ങ് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയി. പക്ഷേ എനിക്ക് ഈ സാധനം ഇറങ്ങാതെ പോകാൻ പറ്റൂല. പിന്നെ ഞാൻ അവിടെ ഒറ്റയ്ക്ക് കുറച്ച് പോസ്റ്റ് ആയെങ്കിരുന്നു. അപ്പൊ ഇന്നത്രേ ഉള്ളൂ. ബൈ ബൈ ഫ്രണ്ട്സ്.